dear students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഗ്രാഫുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ഓരോരു സ്പെസിഫിക് മോഷനിൽ അല്ലെ, യൂണിഫോം മോഷനിൽ, അതേപോലെ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിൽ, യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. അതിൽ കൂടുതലായിട്ടൊന്നും നമുക്ക് പറയാനില്ല. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം ആക്സിലറേറ്റഡ് ബോഡി അത്രയും നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. യൂണിഫോം ആക്സിലറേറ്റഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഈക്വൽ ചേഞ്ച് ഇൻ അല്ലെ വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്, ഈക്വൽ ആണ്. ഇപ്പോൾ ആദ്യം ചേഞ്ച് ഇൻ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫസ്റ്റ് സെക്കൻഡിൽ. സെക്കൻഡിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്ര തന്നെ ആയിരിക്കണം, 2 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കണം അല്ലേ. ഇപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് ഇൻക്രീസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വിളിക്കാം. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ എക്സാമ്പിള്, മോഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഫ്രീലി ഫോളിംഗ് ബോഡി എന്തിന് എക്സാമ്പിൾ ആണ്, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എക്സാമ്പിൾ ആണ്. എന്തുകൊണ്ടാ, ഇപ്പോൾ തെങ്ങിൽ നിന്നൊരു തേങ്ങ താഴേക്ക് വീഴാണ് അല്ലേ, അതിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാല്യൂ എത്രയാണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ വാല്യൂ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്കറിയാം ആക്സിലറേഷൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഈ 9.8 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആക്സിലറേഷൻ 9.8 കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡിലുള്ള വെലോസിറ്റി 9.8 ആണെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡിൽ വെലോസിറ്റി എത്രയായിരിക്കും അല്ലേ, 19.6 ആയിരിക്കും. അപ്പോൾ അടുത്ത സെക്കൻഡിൽ വീണ്ടും ഇതിൻ്റെ കൂടെ 9.8 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, അടുത്ത സെക്കൻഡിലുള്ള വെലോസിറ്റി കിട്ടും. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എടുക്കുമ്പോൾ എന്ത് കിട്ടും, ഇപ്പോൾ 19.6 മൈനസ് 9.8 ഡിവൈഡഡ് ബൈ 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ശ്രദ്ധിക്കുക, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന് എക്സാമ്പിൾ ആണ് ഫ്രീലി ഫോളിംഗ് ബോഡി. അവിടെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, അത്ര മനസ്സിലാക്കുക. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ വാല്യൂ എത്രയാണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വാട്ട് ഈസ് ആക്സിലറേഷൻ, ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അതായത് ഓരോ സെക്കൻഡിലും അവിടെ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്രയാണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇനി യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം, വളരെ സിമ്പിൾ ആണ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നമുക്കറിയാം, ഇപ്പോൾ ഫ്രീലി ഫോളിംഗ് ബോഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കണ്ടേ. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആകുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വിളിക്കുന്നത്. സോ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആവണമെങ്കിൽ ദി ഗ്രാഫ് വിൽ ബി പാരലൽ ടു എക്സ് ആക്സിസ് അല്ലേ, ദി ലൈൻ വിൽ ബി പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം, ആക്സിലറേഷൻ ഇവിടെ കോൺസ്റ്റന്റ് ആണ് എന്ന് വിളിക്കാം അല്ലേ. ഇതിപ്പോൾ ആക്സിലറേഷൻ മാറിയിട്ട് പൊസിഷനാണ് വന്നതെങ്കിൽ, ഇവിടെ ആക്സിലറേഷൻ മാറിയിട്ട് പൊസിഷനാണ് വന്നതെങ്കിൽ ഇത് എന്തിൻ്റെ ഗ്രാഫാ, ദി ബോഡി അറ്റ് റെസ്റ്റ് അല്ലേ, കാരണം പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, ദി ബോഡി അറ്റ് റെസ്റ്റ്. അപ്പോൾ വൈ ആക്സിസിലുള്ള ക്വാണ്ടിറ്റി മാറുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാഫ് മാറുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ പറഞ്ഞു. ഇനി വെലോസിറ്റി ആയി മാറി എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ വെലോസിറ്റിയാണ് കോൺസ്റ്റന്റ്. വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി റെസ്റ്റിലാണെന്നാണോ അർത്ഥം, അല്ല. അതിനർത്ഥം എന്താ, യൂണിഫോം മോഷൻ എന്നാണ് വിളിക്കുക. ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം, അതിനെ നമ്മൾ യൂണിഫോം മോഷൻ എന്നാണ് വിളിച്ചത്. സോ ഇതെന്താണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് വിളിക്കാം, യൂണിഫോം മോഷൻ. ഇനി ഇവിടെ വെലോസിറ്റി മാറി ആക്സിലറേഷൻ ആയാൽ അതെന്തായി, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. സോ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫാണിത് അല്ലേ. ദി ലൈൻ വിൽ ബി പാരലൽ ടു ദി എക്സ് ആക്സിസ്. ആ ഗ്രാഫ് എന്താണെന്ന് ജസ്റ്റ്. ഇനി നമുക്ക് ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ യൂസ് എന്താണ്, നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു യൂസ് ആണ്, if you are finding the area under acceleration time graph,
അല്ലേ? ഈ ഏരിയ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണെന്ന് വിചാരിച്ചോളൂ. ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, ഏരിയ അണ്ടർ AT ഗ്രാഫ് എന്ന് കൊടുക്കാം. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? AT ഗ്രാഫ് ഈസ് ഈക്വൽ ടു, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ A ഇൻറ്റു T എന്ന് കിട്ടും. ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്താണ്? ആക്സിലറേഷൻ ഇൻറ്റു ടൈം നമുക്കറിയാം, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് A ഇൻറ്റു T എന്ന് എഴുതാം അല്ലേ? A ഇൻറ്റു T ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ വെലോസിറ്റി കിട്ടും. സോ ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്താണ്? വെലോസിറ്റി ആണ്. സോ ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു വെലോസിറ്റി. നമുക്ക് നേരത്തെ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് കിട്ടിയിട്ടുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങൾ ആക്സിലറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് യൂണിഫോം ആക്സിലറേറ്റഡ് ബോഡി? അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ യൂണിഫോം ആക്സിലറേറ്റഡ് ബോഡിയുടെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരിക? പിന്നെ വാട്ട് ആർ ദി യൂസസ് ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്? ഇനി ആക്സിലറേഷൻ ടൈമുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ ടൈം ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ഇതാണ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ഈസ് ഷോൺ ബിലോ. അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആക്സിലറേഷൻ Y ആക്സിസിൽ മീറ്റർ പെർ സെക്കൻഡ് ഇതിലാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ടൈം സെക്കൻഡിലാണ് എടുത്തിരിക്കുന്നത്. സോ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡിൽ എടുത്തിട്ടുണ്ട്, ടൈം സെക്കൻഡിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് നമുക്ക് പോയിന്റ് കൊടുക്കാമാണെങ്കിൽ A B C D. സോ AB എന്നുള്ള റീജിയനിൽ അല്ലെങ്കിൽ A to B ആക്സിലറേഷൻ എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് കഴിഞ്ഞിട്ട് C to D ആക്സിലറേഷൻ എത്രയാണ്? -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ? ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ -4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ടൈം കാണിച്ചിട്ടുണ്ട് 3 സെക്കൻഡിലാണ് 4 എന്താകുന്നത്? ആക്സിലറേഷൻ 4 എന്നുള്ള വാല്യൂ -4ലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസിങ് ദി എബോ ഗ്രാഫ്. സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരക്കാൻ പറയും. അതേപോലെ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ 3 സെക്കൻഡ് വരെ അല്ലെങ്കിൽ ബിയിലെത്തുന്നത് വരെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്നാണ്. അപ്പോൾ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ലീനിയർലി ഇൻക്രീസിങ് വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. നമ്മൾ പറഞ്ഞതാണ് ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെങ്കിൽ നമ്മളെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? ലീനിയർലി ഇൻക്രീസിങ് വിത്ത് പോസിറ്റീവ് വാല്യൂ. ഓക്കെ, നമുക്ക് അത് മാത്രമല്ല, ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട് ആക്സിലറേഷൻ്റെ. സോ വെലോസിറ്റിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടൈം ആണ്. ഇവിടെ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് കിട്ടും. ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു A ഇൻറ്റു ഡെൽറ്റ ടി. അല്ലെങ്കിൽ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതാണ്, ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി. സോ ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് ആക്സിലറേഷൻ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ 4 ഇൻറ്റു വാട്ട് ഈസ് ഡെൽറ്റ ടി ഹിയർ 0 to 3 സെക്കൻഡ്. 3 സെക്കൻഡ് വരെ ആദ്യം നമ്മൾ ഈ റീജിയനിൽ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ റീജിയനിൽ C to D വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കുന്നു. അപ്പോൾ ഫസ്റ്റ് റീജിയൻ കൺസിഡർ ചെയ്യുക, ദാറ്റ് ഈസ് ഫ്രം A to B. അപ്പോൾ ഇവിടെ ഡെൽറ്റ ടി ടൈം ടേക്കൺ എത്രയാണ്? 3 സെക്കൻഡ് ആണ്. സോ ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുക? 12 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, A to B എന്നുള്ള റീജിയനിൽ അല്ലെങ്കിൽ
ഫ്രം 0 to 3 സെക്കൻഡ് 0 to 3 സെക്കൻഡ് നമ്മളെ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്? 12 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഗ്രാഫ് വരച്ചു തുടങ്ങാം. വളരെ വൃത്തിക്ക് നമുക്ക് ഗ്രാഫ് വരച്ചു തുടങ്ങാം. എക്സ് ആക്സിൽ നമ്മൾ എന്തെടുക്കണം? ടൈം എടുക്കണം. വൈ ആക്സിൽ വെലോസിറ്റി എടുക്കണം. വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാൻ വേണ്ടി പോവാണ്. ചേഞ്ച് എത്രയായിരിക്കണം? ഫ്രം 0 to 3 സെക്കൻഡ് 0 to 3 സെക്കൻഡ് ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് കിട്ടിയത് 0 to 3 സെക്കൻഡ് ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടിയത് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റെസ്റ്റിൽ നിന്നാണ്. സോ വെലോസിറ്റി റെസ്റ്റിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ചേഞ്ച് 12 കിട്ടണമെങ്കിൽ 0 എവിടം വരെ പോകണം? നമ്മൾ 12 വരെ പോകണം. ഈ പോയിന്റിന് നമുക്ക് എന്ത് കൊടുക്കാം? 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുക്കാം. 12 അല്ലേ? സോ 12 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഈസ് ടേക്കൺ ഇൻ മീറ്റർ പെർ സെക്കൻഡ്. സോ 0 to 12ലേക്ക് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ലീനിയർലി ഇൻക്രീസിങ് വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. ശ്രദ്ധിക്കണേ, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നേരെയാണുള്ളതെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ്? ലീനിയർലി ഇൻക്രീസിങ് വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. അത് മനസ്സിലാക്കണം നിങ്ങൾ, എങ്ങനെയാണ് അത് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ലീനിയർലി ഇൻക്രീസിങ് വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് ഫ്രം 0 to 3 സെക്കൻഡ് ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് എന്ത് കിട്ടി? 12 മൈനസ് 0 ഡിവൈഡഡ് ബൈ അല്ലേ? അതാണ് ചേഞ്ചിങ് വെലോസിറ്റി അല്ലേ? ഡിവൈഡഡ് ബൈ 3 മൈനസ് 0 ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12/3 = 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ കിട്ടും. സോ ആക്സിലറേഷൻ എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി സെക്കൻഡ് റീജിയനിലേക്ക് വരാം. രണ്ടാമത്തെ റീജിയനിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇതേപോലെ കണ്ടുപിടിക്കാം നമുക്ക്. ഇസ് ഈക്വൽ ടു എത്രയാണ്? ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് അല്ലേ? ദാറ്റ് ഇസ് -4 into 1 2 3 അല്ലേ? 3 6ലേക്കാണ്. 3 6ലേക്ക് എടുക്കുന്ന ടൈം എത്രയാണ്? അഗൈൻ 3 സെക്കൻഡ് ആണ്. അതേപോലെ ഇവിടെയുള്ള ആക്സിലറേഷൻ എത്രയാണ്? -4 ആണ് അല്ലേ? -4 ആണ് ആക്സിലറേഷൻ ഫ്രം സി ടു ഡി അല്ലേ? ടൈം എത്രയാണ്? 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് 3 to 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെക്കൻഡ്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു A into delta t ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് അല്ലേ? ആക്സിലറേഷൻ -4 ആണ് ഇൻറ്റു ഡെൽറ്റ ടി എത്രയാണ്? 3 സെക്കൻഡ് ആണ്. ഈക്വൽ ടു -12 മീറ്റർ പെർ സെക്കൻഡ്. -12 മീറ്റർ പെർ സെക്കൻഡ് ആണ് സെക്കൻഡ് റീജിയൻ അല്ലെങ്കിൽ സി ടു ഡി നമ്മളെ ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ -12 കിട്ടണമെങ്കിൽ നമ്മൾ 3 to 6 ആണ്. 3 to 6 സെക്കൻഡ് ആണ് നമ്മൾ വരക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ റിട്ടാർഡേഷൻ ആണ്, കോൺസ്റ്റന്റ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ യൂണിഫോം റിട്ടാർഡേഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരച്ചതാണ്. എങ്ങനെയാണ്? ലീനിയർലി ഡിക്രീസിങ് വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയേ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മൈനസ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലേ? 0 - 12 ഡിവൈഡഡ് ബൈ 6 - 3 അല്ലേ? ടൈം is equal to 3 അല്ലേ? -12 divided by 3 is equal to -4 meter per second square. So acceleration എത്രയാണ്? -4 meter per second square ആണ്. So this is the velocity time graph of above acceleration time graph. അപ്പോൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്സിലറേഷൻ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ അത് എന്തായിരിക്കും? ലീനിയർലി ഇൻക്രീസിങ് വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും വെലോസിറ്റി ടൈം ഗ്രാഫിൽ. യൂണിഫോം റിട്ടാർഡേഷൻ ആണെങ്കിൽ ലീനിയർലി ഡിക്രീസിങ് വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. ഇനി വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ആ ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ കൊടുക്കാൻ പറ്റും അല്ലേ? 12 - 0 നമുക്ക് 12 കിട്ടി ചേഞ്ച് ഇൻ വെലോസിറ്റി. 0 - 12 രണ്ടാമത്തെ കേസിൽ -12 മീറ്റർ പെർ സെക്കൻഡ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫിന് വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കുക. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഗിവൺ ഇൻ ദി ഇന്റർവെൽ ഓഫ് ടൈം ഫ്രം 0 to 3 സെക്കൻഡ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദി ഗിവൺ ഇന്റർവെൽ ഓഫ് ടൈം ഫ്രം 0 to 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 0 to 3 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഒരു യൂസ് ഉണ്ട്. എന്താണെന്നറിയോ? ബി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഒരു യൂസ് ആണ്, we can find out the displacement by calculating the area under velocity time graph. V into t, V into delta t എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെന്റിനെയാണ് അല്ലേ? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇന്റർവെൽ 0 to 3 സെക്കൻഡ് ആണ് അല്ലേ? അപ്പോൾ 0 to 3 സെക്കൻഡ് ഞാൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്?
ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ വി ടി ഗ്രാഫ്. ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഇസ് ഈക്വൽ ടു, ഇത് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ നമുക്കറിയാം ഹാഫ് ബി എച്ച് ആണ്. സോ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് 0 to 3 അല്ലേ, ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് 12 ആണ്. 12 ഇൻറ്റു 12, ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു 212 ക്യാൻസൽ ആയിട്ട് നമുക്ക് ഇവിടെ 6 കിട്ടും അല്ലേ. 12/2 6 ആണ്. 6 ഇൻറ്റു 3 എത്രയാണ് 3 18 അല്ലേ. സോ 18 മീറ്റർ ആണ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ്. 18 മീറ്റർ. എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചത്? നമ്മൾ പറഞ്ഞതാണ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. 0 to 3 സെക്കൻഡ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സോ അവിടെ വരെയുള്ള ഏരിയ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ എടുക്കുക? ഹാഫ് ബി എച്ച്. ഇവിടെ ബേസ് എത്രയാണ് 3 ആണ്, ഹൈറ്റ് എത്രയാണ് 12 ആണ്. സോ ഇങ്ങനെ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് സാധാരണ കാണാറുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഓക്കെ, ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം. വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ല, ഇനി ഞാൻ പറയുന്നത് അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ. ഓക്കെ, ഇനി പറയുന്ന പോലെ എടുത്തത്. അപ്പോൾ ഇവിടെ പൊസിഷൻ ടൈം ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണിത്. അപ്പോൾ ആ പ്രോബ്ലത്തിലേക്ക് വരാം നമുക്ക്. ദ ഫിഗർ ഷോസ് ദി എക്സ്ടി ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ദി ബോഡി. ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കണം. പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കണം. അതേപോലെ ഫ്രം ദി ഗ്രാഫ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 20 സെക്കൻഡ്. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 20 സെക്കൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ആദ്യം 0 to 5 സെക്കൻഡ് അല്ലെ, ടി ഇൻ സെക്കൻഡ് തന്നിട്ടുണ്ട്. അതേപോലെ എക്സ് ഇൻ മീറ്റർ. ഓക്കെ, 0 to 5 സെക്കൻഡ്സ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് 10 മീറ്റർ ആണ്. അത് കഴിഞ്ഞിട്ട് 5 to 15 എവിടെ തന്നെ സ്റ്റേ ചെയ്യാണ്, ഈ 10 മീറ്ററിൽ തന്നെ സ്റ്റേ ചെയ്യാണ് അല്ലെ, 10 തന്നെയാണ്. അതിനുശേഷം 15 to 20 ഈ 10ൽ നിന്ന് വീണ്ടും എങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, 0യിലേക്ക് വന്നിട്ടുണ്ട്. ഇതെന്ത് ഗ്രാഫാണ്? പൊസിഷൻ ടൈം ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് എക്സ് ഇൻ മീറ്റർ ആൻഡ് ടി ഇൻ സെക്കൻഡ്സ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ ഫസ്റ്റ് റീജിയൻ കൺസിഡർ ചെയ്യുക. നമുക്ക് 3 റീജിയൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് റീജിയൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 0 to 5 സെക്കൻഡ്സ് എങ്ങനെയാണ്, ഇൻക്രീസിങ് ആണ് അല്ലെ. പൊസിഷൻ എവിടെ നിന്ന് 0 10ലേക്ക് വന്നിട്ടുണ്ട്. പൊസിഷൻ 0യിൽ നിന്ന് 10ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ലീനിയർലി ഇൻക്രീസിങ് വിത്ത് ടൈം ആണെങ്കിൽ അവിടെ വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. പൊസിഷൻ ടൈം ഗ്രാഫ് ഈ ഷേപ്പിലാണ് വരുന്നതെങ്കിൽ അതെന്ത് മോഷനാണ്, യൂണിഫോം മോഷനാണ്. അല്ലെങ്കിൽ ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അതിനെ നമ്മൾ എന്താ വിളിച്ചത്, യൂണിഫോം മോഷൻ എന്നാണ് വിളിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കുക, പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ ലീനിയർലി ഇൻക്രീസിങ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ശ്രദ്ധിക്കണേ, നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാൻ വേണ്ടി പോവാണ്. വി ടി ഗ്രാഫ് ഫസ്റ്റ് 0 to 5 സെക്കൻഡ് വരക്കാം. 0 to 5 സെക്കൻഡ്. 0 to 5 സെക്കൻഡ് എന്താണ് അവസ്ഥ? 0 to 5 സെക്കൻഡ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ആണ്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഷേപ്പ് നോക്കുക. ഇനി നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തിനാണ് നമുക്ക് തരുന്നത്, വെലോസിറ്റിയാണ്. നമ്മൾ പഠിച്ചതാണ്. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് റെപ്രസെന്റ്സ് വെലോസിറ്റി. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 5 സെക്കൻഡ് സ്ലോപ്പ് എത്രയാണ് വരിക, ഫസ്റ്റ് റീജിയനിൽ സ്ലോപ്പ് എത്രയാണ് വരുന്നത്, ഫസ്റ്റ് റീജിയനിൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് അല്ലേ. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്, ഇവിടെ തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേ, ടാൻ തീറ്റ. ദാറ്റ് ഈസ് 10 ഡിവൈഡഡ് ബൈ 5. 10 minus 0 divided by 5 minus 0 അല്ലെ. 10 minus 0 divided by 5 minus 0 is equal to എത്രയാണ്, 10 by 5 is equal to 2. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് എത്രയാണ്, 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2 മീറ്റർ പെർ സെക്കൻഡ് എങ്ങനെയാണ് കിട്ടിയത്, ഫ്രം ദി സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് റെപ്രസെന്റ്സ് വെലോസിറ്റി. സോ സ്ലോപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് 10 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ്. സോ സ്ലോപ്പ് നമുക്ക് കിട്ടി 2 മീറ്റർ പെർ സെക്കൻഡ്. എവിടം വരെയാണ്, 5 സെക്കൻഡ് വരെ
2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് 2 എന്ന് കൊടുക്കാം അല്ലേ, 2 മീറ്റർ പെർ സെക്കൻഡ്. അതിനുശേഷം 5 to 15 സെക്കൻഡ് പൊസിഷൻ റിമൈൻസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫിൽ എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് റെപ്രസെന്റ്സ് വാട്ട്, ദി ബോഡി അറ്റ് റെസ്റ്റ്, ബോഡി അറ്റ് റെസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താണ്, ബോഡി റെസ്റ്റിലാണ്. ബോഡി റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി എത്രയായിരിക്കും, വെലോസിറ്റി 0 ആയിരിക്കും. സോ 5 to 15 സെക്കൻഡിൽ വെലോസിറ്റി എത്രയാണ്, വെലോസിറ്റി 0 ആണ് അല്ലേ. 5 to 15 സെക്കൻഡ്, 15 സെക്കൻഡിൽ വെലോസിറ്റി എത്രയാണ്, വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി ഈസ് 0, വെലോസിറ്റി 0. ഇനി അടുത്തത് 15 to 20. 15 to 20 ആണ് എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ലീനിയർലി ഡിക്രീസിങ് വിത്ത് ടൈം ആണ്. പൊസിഷൻ ലീനിയർലി ഡിക്രീസിങ് വിത്ത് ടൈം ആണെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ അവിടെ വെലോസിറ്റി എന്താണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, പക്ഷെ എന്താണ്, നെഗറ്റീവ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 0 മൈനസ് 10 അല്ലെ, 0 മൈനസ് 10 അല്ലെ, ഫൈനൽ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ. ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് വീണ്ടും 0ലേക്ക് വരുന്നുണ്ട് അല്ലെ. പൊസിഷൻ എന്തെടുത്തി, പൊസിഷൻ അവസാനം 0ലേക്ക് എത്തി. എവിടുന്നാണ് വരുന്നത്, 10ൽ നിന്നാണ് വരുന്നത്. സോ 0 മൈനസ് 10 ഡിവൈഡഡ് ബൈ 20 മൈനസ് 50, 20 മൈനസ് 15 ഇസ് ഈക്വൽ ടു മൈനസ് 10 അല്ലെ, മൈനസ് 10. 0 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് 10 ഡിവൈഡഡ് ബൈ 5, മൈനസ് 10 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു മൈനസ് 2 മീറ്റർ പെർ സെക്കൻഡ്. ശ്രദ്ധിക്കണേ, മൈനസ് 10 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു മൈനസ് 2 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇപ്പോൾ ഉള്ള വെലോസിറ്റി എത്രയാണ്, 15 to 20 സെക്കൻഡ്. സ്ലോപ്പ് കണ്ടുപിടിച്ചപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ ടൈം ഡെൽറ്റ ടി കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, നമുക്ക് കിട്ടിയത് മൈനസ് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അല്ലെങ്കിൽ ഇതെന്താണ്, നെഗറ്റീവിൽ വെലോസിറ്റി നെഗറ്റീവ് ആണ്, ഡിക്രീസിങ് ആണ്. സോ നമുക്ക് വെലോസിറ്റി എത്രയാണ് കിട്ടുന്നത്, മൈനസ് 2 മീറ്റർ പെർ സെക്കൻഡ്, മൈനസ് 2 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. വെലോസിറ്റി എത്രയാണ്, മൈനസ് 2 മീറ്റർ പെർ സെക്കൻഡ്. എവിടം വരെയാണ്, ഫ്രം 15 to 20 സെക്കൻഡ്സ് എത്രയാണ്, മൈനസ് 2 മീറ്റർ പെർ സെക്കൻഡ്. സോ നമ്മളെ ഗ്രാഫിൻ്റെ ഷേപ്പാണ് ഇത് തന്നിരിക്കുന്നത്. 0 to 5 സെക്കൻഡ് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 5 to 15 0 ആണ് വെലോസിറ്റി, 0 ആണ് വെലോസിറ്റി 0 അല്ലേ. അത് കഴിഞ്ഞിട്ട് 15 to 20 അഗൈൻ മൈനസ് 2 ആണ് വെലോസിറ്റി. ഇങ്ങനെയാണ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് കുറച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് നമ്മൾ ചെയ്ത പ്രോബ്ലംസ് നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്ത ഇതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്, ഫ്രം ദി ഗ്രാഫ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 20 സെക്കൻഡ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 20 സെക്കൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കാം. ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 into 5 അല്ലെ, റെക്ടാങ്കിൾ ഏരിയ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. 2 into 5 is equal to 10 പ്ലസ് ഈ റീജിയൻ്റെ ഏരിയ. ഇനി ഇതല്ല രണ്ടാമത്തെ റീജിയൻ വരുന്നത്, ഇവിടെ ഏരിയ വരുന്നില്ലല്ലോ, ഇവിടെ ലൈന് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഏരിയ നമുക്ക് എന്താ കിട്ടുക, ഇവിടെയും മൈനസ് 2 into 20 മൈനസ് 15 എത്രയാണ്, 5 ആണ് അല്ലേ. മൈനസ് 2 into ഇത് 15 ആണ് ഈ പോയിന്റ്. മൈനസ് 2 into 5 is equal to മൈനസ് 10, അല്ലെങ്കിൽ 10 പ്ലസ് മൈനസ് 10 is equal to എന്ത് കിട്ടും അല്ലേ, 0 എന്ന് കിട്ടും. അതായത് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഇസ് ഈക്വൽ ടു നമുക്ക് 0 എന്ന് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പൊസിഷൻ ടൈം ഗ്രാഫിൽ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. പൊസിഷൻ ഇൻക്രീസ് ചെയ്ത് 10ലെത്തി, പിന്നെ കുറച്ച് നേരം കോൺസ്റ്റന്റ് ആണ്, റെസ്റ്റിലാണ് ബോഡി ഉള്ളത്. അതിനുശേഷം വീണ്ടും 0യിൽ എത്തിയിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് തന്നെ വീണ്ടും തിരിച്ചെത്തുകയാണെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 0 ആണ്. അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ് ഇനീഷ്യലി, അതേപോലെ തിരിച്ചെന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ച് എക്സ് ഈസ് ഈക്വൽ ടു 0 തിരിച്ചെത്തിയിട്ടുണ്ട്. സോ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എത്രയാണ്, 0 ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഇൻ 20 സെക്കൻഡ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു 0. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇവിടെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഗ്രാഫിൽ നിന്ന് മാറിയിട്ട് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ടൈം ആസ് എക്സ് ഇസ് ഈക്വൽ ടു 2t square plus 3t plus 4. What is the velocity of the particle when t is equal to 2 seconds? ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം, അതായത് നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. അതായത് ഡിസ്പ്ലേസ്മെന്റും ടൈമുമായിട്ടുള്ള റിലേഷൻ അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ടൈം ആസ് അല്ലെ, that is x is equal to 2t square plus 3t plus 4.
ഇതിൽ നിന്ന് നമ്മളോട് വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് വെലോസിറ്റി കാണാം. അപ്പോൾ വാട്ട് ഈസ് ദ വെലോസിറ്റി അറ്റ് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്? ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള ടൈമാണ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. ആ ഇൻസ്റ്റന്റിലുള്ള ടൈം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിക്ക് നമുക്കൊരു ഇക്വേഷൻ അറിയാം അല്ലേ? V instantaneous is equal to dx divided by dt. ഇത് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx by dt. ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ? ഇതിനെ നമ്മൾ ഡിഫറൻഷിയേഷൻ എന്നാണ് പറയുക അല്ലേ? dx divided by dt വിത്ത് റെസ്പെക്ട് ടു ആരാണ്? ടി ആണ്, ടൈമാണ്. സോ dx divided by dt. അപ്പോൾ ഡിഫറൻഷിയേഷൻ നമ്മൾ +2 മാത്തമാറ്റിക്സിലൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് കുറച്ച് റൂൾസ്, കുറച്ച് ഐഡന്റിറ്റീസ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കുറച്ച് നമുക്കിവിടെ പഠിക്കാം. നമ്മൾ എക്സ് റൈസ് ടു എന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ dx റൈസ് ടു n വിത്ത് റെസ്പെക്ട് ടു dx, അല്ലെങ്കിൽ നമുക്ക് ടൈമിനെ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സ് നമുക്ക് ഒഴിവാക്കാം. dt ഡിവൈഡഡ് ബൈ dt വിത്ത് റെസ്പെക്ട് ടു ടൈമിനെ നമ്മൾ ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ dt ഡിവൈഡ് ബൈ dt ആണെങ്കിൽ ഇസ് ഈക്വൽ ടു 1 ആണ്. വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ടൈമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. ശ്രദ്ധിക്കണേ, പേടിക്കണ്ട. ഇനി dt റൈസ് ടു n ഡിവൈഡഡ് ബൈ dt ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ടി റൈസ് ടു എന്നിനെ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം, ടി റൈസ് ടു എന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക എന്നറിയോ? nt റൈസ് ടു n മൈനസ് 1. nt റൈസ് ടു n മൈനസ് 1 വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ടി റൈസ് ടു എന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? nt റൈസ് ടു n മൈനസ് 1. ഇനി d ബൈ ഡി ടി ഓഫ് എ കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക അറിയോ? 0 ആണ് കിട്ടുക. ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണേ. ടി റൈസ് ടു എന്നിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ nt റൈസ് ടു n മൈനസ് 1. അതേപോലെ നമ്മൾ ടീനെ അല്ലേ, വെറും ടീനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലെങ്കിൽ dt ബൈ dt ആണെങ്കിൽ d ബൈ dt ഓഫ് ടി ആണെങ്കിൽ 1, d ബൈ dt ഓഫ് ടി റൈസ് ടു n ആണെങ്കിൽ nt റൈസ് ടു n മൈനസ് 1, d ബൈ dt ഓഫ് എ കോൺസ്റ്റന്റ് ആണെങ്കിൽ 0. ഈ d ബൈ dt നമ്മൾ പറയുന്നത് എന്താണ്? ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ നമ്മൾ d ബൈ dx ഓഫ് എക്സ് റൈസ് ടു n ആണെങ്കിൽ എന്താവും? nx റൈസ് ടു n മൈനസ് 1 ആവും. d ബൈ dy ഓഫ് y റൈസ് ടു n ആണെങ്കിൽ ny റൈസ് ടു n മൈനസ് 1 ആവും. ആ രീതിയിലാണ് റിസൾട്ട് വരിക. അപ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതങ്ങ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ v ഇൻസ്റ്റന്റേനിയസ് ഈസ് ഈക്വൽ ടു dx ഡിവൈഡഡ് ബൈ dt ഈസ് ഈക്വൽ ടു d ബൈ dt ഓഫ്, ഇവിടെ എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? എന്തിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? എക്സിനെയാണ്. വിത്ത് റെസ്പെക്ട് ടു ടൈം, ദാറ്റ് ഈസ് d ബൈ dt ഓഫ് എക്സ് എന്താണ്? എക്സ് 2t² പ്ലസ് 3t പ്ലസ് 4. 2t² പ്ലസ് 3t പ്ലസ് 4. ശ്രദ്ധിക്കണേ, ഇസ് ഈക്വൽ ടു നമ്മൾ 2t² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. 2t² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ഈ t² ഉള്ളത് 2ന്റെ കൂടെയാണ്. അപ്പോൾ 2 ആദ്യം പുറത്തെടുക്കുക. 2നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വേരിയബിളിന്റെ കൂടെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ഉള്ളതെങ്കിൽ 2നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പുറത്തെടുക്കണം. സോ 2നെ പുറത്തെടുത്തു. ഇനി d ബൈ dt ഓഫ് t², d ബൈ dt ഓഫ് t² എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലേ? ഓരോന്നിനും എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ? നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ആ രീതിയിൽ തന്നെ പറയാം. d ബൈ dt ഓഫ് 2t² പ്ലസ് d ബൈ dt ഓഫ് 3t പ്ലസ് d ബൈ dt ഓഫ് 4. അപ്പോൾ d ബൈ dt ഓഫ് 2t² പ്ലസ് 3t പ്ലസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം സമ്മിനെയാണെങ്കിൽ ഓരോന്നും എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം സം എടുക്കണം. d ബൈ dt ഓഫ് 2t² പ്ലസ് d ബൈ dt ഓഫ് 3t പ്ലസ് d ബൈ dt ഓഫ് 4. പ്രശ്നം കണ്ട, നമ്മൾ ആ ഐഡന്റിറ്റീസ് അറിയാമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആ റൂൾസ് അറിയണം, അത്രയേ ഉള്ളൂ കേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സിന് നമ്മൾ വാല്യൂ എടുത്തു 2t² പ്ലസ് 3t പ്ലസ് 4. അത് ക്വസ്റ്റ്യനിൽ തന്നതാണ്.
ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോരോ ടേംസിനെ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ ടേംസിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തുടങ്ങാം. ബാക്കി ഞാൻ ഇവിടെ വരുന്നുണ്ട്. ഇസ് ഈക്വൽ ടു വി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് 2t². ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റന്റിനെ പുറത്തെടുക്കണം, എന്നിട്ട് ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ടി റൈസ് ടു എന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, എൻ ടി റൈസ് ടു എൻ മൈനസ് വൺ. ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, എന്നിന്റെ പൊസിഷനിൽ ആരാ ഉള്ളത്, എന്നിന്റെ പൊസിഷനിൽ ടി സ്ക്വയറിൽ എന്നിന്റെ പൊസിഷനിൽ ആരാ ഉള്ളത്, 2 അല്ലേ ഉള്ളത്. സോ 2t റൈസ് ടു 2 മൈനസ് 1 എന്നല്ല പറയാ, എൻ ടി റൈസ് ടു എൻ മൈനസ് 1 അല്ലേ. അപ്പൊ എന്നിന്റെ പൊസിഷനിൽ ഇവിടെ 2 ആണുള്ളത്. സോ 2t റൈസ് ടു 2 മൈനസ് 1. 2t റൈസ് ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2t റൈസ് ടു 2 മൈനസ് 1 എത്രയാണ്, 1 ആണ്. ദാറ്റ് ഈസ് 2t റൈസ് ടു 1. ടി റൈസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടി ആണ് അല്ലെ. എക്സ് റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ആണ്. 10 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 10 ആണ് അല്ലെ. അപ്പൊ ടി റൈസ് ടു 1 എന്ത് തന്നെ, ടി തന്നെയാണ്. സോ 2t എന്ന് നമുക്ക് കിട്ടും അല്ലെ. എന്താ കിട്ടുക നമുക്ക്, അപ്പൊ 2 ഇൻറ്റു ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 2t അല്ലെ. സോ 2 ഇൻറ്റു 2t പ്ലസ് 3tനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3 പുറത്തെടുത്തിട്ട് ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ടി എന്താണ്, 1 ആണ്. സോ 3 ഇൻറ്റു 1 പ്ലസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡി ബൈ ഡി ടി ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഒരു കോൺസ്റ്റന്റ് ആണ്. ഒരു കോൺസ്റ്റന്റ് മാത്രം ഉള്ളതെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുക അല്ലെ. ഡി ബൈ ഡി ടി ഓഫ് ഒരു കോൺസ്റ്റന്റ് മാത്രമാണെങ്കിൽ എന്താ കിട്ടുക, 0. ഓക്കെ, പ്ലസ് 0 ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, 2 ഇൻറ്റു 2t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 4, 4t പ്ലസ് 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്ലസ് 0, അതായത് 4t പ്ലസ് 3. വെലോസിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താ കിട്ടിയത്, 4t പ്ലസ് 3 കിട്ടി, 4t പ്ലസ് 3. ഇനി നമ്മളോട് പറഞ്ഞത് വെലോസിറ്റി അറ്റ് ടൈം t ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. ടൈമിന് 2 സെക്കൻഡ് കൊടുത്താൽ വെലോസിറ്റി എത്ര കിട്ടും, ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ടൈമിന് എന്ത് കൊടുക്കണം, 2 കൊടുക്കണം അല്ലെ. 2 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 2 എത്രയാണ്, 8 പ്ലസ് 3 ഇസ് ഈക്വൽ ടു എത്രയാണ്, 11 മീറ്റർ പെർ സെക്കൻഡ്. 11 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദി ആൻസർ. അപ്പൊ ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ, ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ ഈ എക്സിന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്, എക്സിന് പകരം വേറൊരു വാല്യൂ കൊടുക്കുകയാണ്. എക്സിന് പകരം ഞാൻ കൊടുത്തിരിക്കുന്നത് 5t ക്യൂബ് പ്ലസ് 3t സ്ക്വയർ. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, 5t ക്യൂബ് പ്ലസ് 3t സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx ബൈ dt ഈസ് ഈക്വൽ ടു d ബൈ dt ഓഫ്, ഇവിടെ എക്സിന് എന്ത് കൊടുക്കണം, 5t ക്യൂബ് പ്ലസ് 3t സ്ക്വയർ കൊടുക്കണം. ശരിയല്ലേ. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ. ഡി ബൈ ഡി ടി ഓഫ് ആദ്യം എന്ത് ചെയ്യണം, 5t ക്യൂബ് ചെയ്യണം, അതിനുശേഷം പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ആര് ചെയ്യണം, 3t സ്ക്വയർ ചെയ്യണം. 5t ക്യൂബ് ചെയ്യുമ്പോൾ ആദ്യം 5 പുറത്തെടുക്കണം. കോൺസ്റ്റന്റ് ഒരു വേരിയബിളിന്റെ കൂടെ, ഒരു ടൈമിന്റെ കൂടെ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റ് പുറത്തെടുക്കണം അല്ലെ. 5 ഇൻറ്റു, നേരത്തെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്, 5 ഇൻറ്റു ടി ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി റൈസ് ടു എന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ ടി റൈസ് ടു എൻ മൈനസ് 1. ടി ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഇൻറ്റു അല്ലെ, എന്നിന്റെ പൊസിഷനിൽ 3 അല്ലേ ഉള്ളത്, 3t റൈസ് ടു 3 മൈനസ് 1. ദാറ്റ് ഈസ് 3t, 3 മൈനസ് 1 എത്രയാണ്, 2 ആണ് അല്ലേ. അപ്പൊ 3t സ്ക്വയർ കിട്ടും. അപ്പൊ 5 ഇൻറ്റു 3t സ്ക്വയർ പ്ലസ് 3 ഉണ്ടല്ലോ കോൺസ്റ്റന്റ് പുറത്തെടുക്കണ്ടേ, 3 ഇൻറ്റു ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, നമ്മൾ നേരത്തെ പറഞ്ഞ 2t റൈസ് ടു 2 മൈനസ് 1, nt റൈസ് ടു n മൈനസ് 1 അല്ലേ നമ്മളെ ജനറൽ ഇക്വേഷൻ. സോ എന്നിന്റെ പൊസിഷനിൽ ഇവിടെ 2 ആണുള്ളത്, 2t റൈസ് ടു 2 മൈനസ് 1. സോ 2t റൈസ് ടു 2 മൈനസ് 1 എത്രയാണ്, 1 ആണ്. ഈക്വൽ ടു 5 ഇൻറ്റു 3 15t സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2 6t, 15t സ്ക്വയർ പ്ലസ് 6t. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ വെൻ t ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. ചിലപ്പോൾ t ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ് ചോദിക്കാം, ചിലപ്പോൾ t ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ് ചോദിക്കാം അല്ലേ. നമുക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 15 ഇൻറ്റു ടി സ്ക്വയർ അല്ലേ. സോ ടി സ്ക്വയറിന് 2 സ്ക്വയർ അല്ലേ, 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ അല്ലേ. നമുക്ക് വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കൊടുത്താൽ മതി, ടീൻ്റെ വാല്യൂ കൊടുത്താൽ മതി. പ്ലസ് 6 ഇൻറ്റു ടി 2 എന്ന് കൊടുക്കണം അല്ലേ. ടി ഉള്ളിടത്തിലുള്ള നമ്മൾ എന്ത് കൊടുക്കണം, 2 കൊടുക്കണം. ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 2 സ്ക്വയർ 4 ആണ്, പ്ലസ് 6 ഇൻറ്റു 2 12 ആണ്. ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 4 എത്രയാണ്, 60 ആണ്. 60 പ്ലസ് 12 ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 72 മീറ്റർ പെർ സെക്കൻഡ്.
അപ്പോൾ ഇതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ട് നമ്മളോട് വെലോസിറ്റി കാണാൻ പറയും. അത് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. കുറച്ച് റൂൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടി റൈസ് ടു എന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ ടി റൈസ് ടു എൻ മൈനസ് 1 ആണ്. ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്. കോൺസ്റ്റൻറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് അല്ലേ? നമ്മൾ സമ്മിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ടേംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കോൺസ്റ്റന്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ കോൺസ്റ്റന്റ് പുറത്തെടുത്തിട്ട് വേണം വേരിയബിളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതുവരെ ബന്ധപ്പെട്ട പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. കുറേ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ് ആണ്. കൈനമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് കുറച്ച് പഠിക്കാനുണ്ട്. അതിൻ്റെ ഡെറിവേഷനൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. അപ്പോൾ ഈ ഗ്രാഫും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക്